ഇന്നത്തെ അറിയിപ്പുകൾ. സാങ്കേതിക വിദ്യാഭ്യാസ മികവിനായി ധാരണാപത്രം ഒപ്പുവെച്ച് IHRDയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും. ഹ്രസ്വ ദീർഘകാല കോഴ്സുകൾ നടത്താൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ഇതിലൂടെ കഴിയും. കേരളത്തിലെ ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ IHRDയുടെ സാങ്കേതിക പരിജ്ഞാനവും വിദ്യാഭ്യാസ സൗകര്യവും മറ്റ് സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് IHRD ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ IHRD ഡയറക്ടർ ഡോക്ടർ VA അരുൺകുമാറും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതിരാജ് VPയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇതിന്റെ ഭാഗമായി IHRDയുടെ വിവിധ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് ഹ്രസ്വ ദീർഘകാല കോഴ്സുകൾ നടത്താനാകും. നിലവിൽ 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 7 പോളിടെക്നിക് കോളേജുകൾ, 45 അപ്ലൈഡ് സയൻസ് കോളേജുകൾ അടക്കം 88 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് IHRDക്കുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK സ്റ്റുഡന്റ് എഡ്യൂക്കേറ്റർ മീറ്റ് കൊച്ചിയിൽ നടന്നു. ബ്രിട്ടീഷ് കൗൺസിലിന്റെ പിന്തുണയോടെയുള്ള കേരളത്തിലെ ആദ്യ മീറ്റാണിത്. UKയിലെ മുൻനിര സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപൂർവ അവസരമായി എഡ്യൂമീറ്റ്. ബ്രിട്ടീഷ് കൗൺസിലിന്റെ പിന്തുണയോടെ മെട്രോ നഗരങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള വിദ്യാർത്ഥി സംഗമം ആദ്യമായാണ് കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടക്കുന്നത്. UKയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അസോസിയേഷനായ നിസാവ് UKയുമായി സഹകരിച്ച് 17 വർഷമായി വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടിംഗ് രംഗത്തുള്ള എഡ്റൂട്ട്സ് ഇന്റർനാഷണലാണ് സംഘാടകർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോഴിക്കോട് ഇനി വയോജന സൗഹൃദ നഗരം. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടി. വയോജനങ്ങളുടെ ആരോഗ്യവും ആനന്ദപൂർണവുമായ ജീവിതത്തിനായി കോർപ്പറേഷൻ നടപ്പിലാക്കിയ വയോജന സൗഹൃദ നയമാണ് കോഴിക്കോടിന്റെ നേട്ടത്തിന് കാരണം. നഗരത്തിലെ പകൽ വീടുകൾ, വയോജനങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞുമിരിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, വയോജനങ്ങൾക്കായി നടത്തിയ സെമിനാറുകൾ എന്നിവയെല്ലാം ഈ അംഗീകാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ വയോജന നഗരങ്ങളുടെ കൂട്ടത്തിൽ കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിലൂടെ ലോകത്തിലെ ഏത് കോണിൽ നടക്കുന്ന വയോജന സൗഹൃദ സംവിധാനങ്ങളും സൗകര്യങ്ങളും അറിയാനും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുമുള്ള പിന്തുണയും കോഴിക്കോടിന് ലഭിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ലോകത്തെവിടെ നിന്നും കൊച്ചിയെ സ്മാർട്ടായി കാണാം. ഇതിനുള്ള ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS നിലവിൽ വന്നു. GCDAയുടെ നേതൃത്വത്തിലാണ് പദ്ധതി. കൊച്ചിയിലെ ചരിത്രമുറങ്ങുന്ന മട്ടാഞ്ചേരിയിലെ പൈതൃക കാഴ്ചകൾ ഇനി ഒറ്റ ക്ലിക്കിൽ കാണുവാൻ സാധിക്കും. ഓരോ കാഴ്ചയും ദൃശ്യമികവോടെ മുന്നിലെത്തിക്കുന്ന ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം യാഥാർത്ഥ്യമായി. ലോകത്തിന്റെ ഏത് മൂലയിലിരുന്നും കൊച്ചിയെ അടുത്തറിയാൻ കഴിയും. അതായത് പൈതൃക ഇടങ്ങളുടെ പേരും സ്ഥാനവും സാറ്റലൈറ്റ് മാപ്പായി ഒരു വിൻഡോയിൽ കാണാം. ക്ലിക്ക് ചെയ്താൽ ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങൾ, വീഡിയോകൾ, ചരിത്രപരമായ പ്രാധാന്യം, നിലവിലെ അവസ്ഥ, വാർഡിന്റെ പേര്, നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കാഴ്ചക്കാർക്ക് ലഭ്യമാകും. വിനോദസഞ്ചാരികൾ, ഗവേഷകർ തുടങ്ങിയവർക്കും സർക്കാർ ഏജൻസികൾക്കും സഹായകമായ സംവിധാനമാണ് ടൂറിസ്റ്റ് വകുപ്പിന്റെയും സീഹൈഡിന്റെയും സഹകരണത്തോടെ GCDA പദ്ധതി ഒരുക്കിയത്. ജില്ലയിലെ എല്ലാ പൈതൃക ടൂറിസം ഇടങ്ങളും GIS ശൃംഖലയുടെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പത്തനംതിട്ടയിൽ പാരാ ലീഗ് വോളണ്ടിയർമാരെ നിയമിക്കുന്നു. 1 വർഷത്തേക്കാണ് നിയമനം. ജില്ലയിൽ കാണാതാകുന്നതും കുറ്റകൃത്യങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നതുമായ കുട്ടികൾക്കു വേണ്ടിയാണ് പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയമിക്കുന്നത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് നിയമനം നടത്തുന്നത്. 5 പോലീസ് സബ് ഡിവിഷനിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. അടിസ്ഥാന യോഗ്യത MSWയിൽ ബിരുദമാണ്. ബിരുദാനന്തര ബിരുദക്കാർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 26 മുതൽ 65 വയസ്സ് വരെയാണ്. നിയമവിദ്യാർത്ഥികൾക്ക് 18 മുതൽ 65 വയസ്സ് വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്നവർ പേര്, മേൽവിലാസം, പഞ്ചായത്ത്, വിദ്യാഭ്യാസ യോഗ്യത, ഫോട്ടോ, നമ്പർ എന്നിവ സഹിതം മെയ് 12 വൈകിട്ട് 5 മുൻപ് പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മിനി സിവിൽ സ്റ്റേഷനിൽ സമർപ്പിക്കണം.